ഇത് ഇവിടെയൊക്കെ കാണുന്ന വല്ലാത്തൊരു കാഴ്ചയാണല്ലേ. ബാംഗ്ലൂരൊക്കെ കാണാം കൂടുതലായിട്ട്. കാരണം നിരന്ന പ്രദേശമായതുകൊണ്ടേ കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ പറ്റില്ല കേട്ടോ. എറണാകുളത്ത് ഇറക്കും തോന്നുന്നുണ്ട്. നമ്മളാ ഒരു എന്താ പറയുക, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിലൊന്നും നടന്നോളുന്നില്ല. ഏറ്റവും കൂടുതലും അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളായതുകൊണ്ടേ എന്തായാലും ആ ഒരു സൗഹാർദ്ദം അതാണ് എല്ലാവർക്കും വേണ്ടത്. ബാംഗ്ലൂരൊക്കെ അറിയാത്ത ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ തള്ളി കൊടുക്കുന്ന പറഞ്ഞേക്കാം. ഇതിനിവിടെ ലെമൺ റൈസ് എന്നാണ് പറയുക. ഇങ്ങനെ ഒരു കട കേട്ടോ, ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു പ്രദേശത്തായിട്ടാണ്. അടിപൊളി ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ ഒരു ചട്ടിനി ഉണ്ട്, പിന്നെ ഒരു അച്ചാറുണ്ട് കേട്ടോ. അച്ചാർ നല്ല കട്ടിയാണ്. അപ്പുറത്തൊക്കെ ആയിട്ട് നമുക്ക് കടകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് എവിടെ പോകണ റോഡാണ്? ഇത് എங்கே പോகிற റോഡ് എங்கே പോகிற? നേരുണ്ട. തമിഴ്നാട്, നെല്ലൂർ. என்ன சொல்லுவேண்ணா? പെരുകുളം. അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. തൈര് തമിഴ് പെരുകൊണ്ടം. ഇത് റൈസ് നോർമൽ റൈസ്. ബസൂര. ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഇത് സാമ്പാർ റൈസ് കേട്ടോ. സാമ്പാറൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ രീതികളാണ് കേട്ടോ ഇതൊക്കെ. ഭയങ്കര അടിപൊളി. സാമ്പാർ മിക്സ് ആക്കിയിട്ടുള്ള റൈസ് അത്രേ ഉള്ളൂ. അതിൻ്റെ കൂടെ ചട്നി, പിന്നെ മറ്റേ ഇതും തരും. അടിപൊളി പൊളി സാധനം എന്ന് വെച്ചാൽ പൊളി സാധനം. വേണ്ട മതി മതി. അപ്പോൾ ടേസ്റ്റൊക്കെ വേണ്ടിയിട്ട് എടുത്താണ്. സാമ്പാറിൽ ഇങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു ചോറ് കേട്ടോ, കടുക് കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് അതേപോലെ തന്നെ തൈരും. പൊളി ടേസ്റ്റ് വെച്ചാൽ പൊളി ടേസ്റ്റ്. നമ്മളങ്ങനെ തിരുപ്പതിയുടെ ഉൾപ്രദേശത്താണുള്ളത്. അതായത് ഇവിടുത്തെ ടൗണിൻ്റെ ഏകദേശം രൂപരേഖ കാര്യങ്ങളൊക്കെ കാണാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. ടൗണിലെ ആ ഒരു ജീവിത രീതി കാര്യങ്ങൾ, പിന്നെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാം. ഇവിടുത്തെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ രീതി, അതുപോലെ വീടുകളുടെ രീതിയെല്ലാം മനസ്സിലാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ല നല്ല കടകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലേതിലും ഉപരി അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബിൽഡിങ്ങുകളൊക്കെ തന്നെ ഈ ഒരു രൂപത്തിലാണ്. ടൗണിനെ അപേക്ഷിച്ചിട്ട് ഒരു വെൽ പ്ലാൻഡോട് കൂടിയിട്ടുള്ള സ്കെച്ചിങ്ങിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലത്തെ വലിയ വലിയ മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു സാഹചര്യം, ബിസിനസ്സിനൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു പ്രകൃതി രീതി എന്നുള്ളത് ഇതൊക്കെ നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വളരെ അപ്ഡേറ്റാണ് എന്നുള്ളതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ ഒന്ന് മോട്ടിവേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം നമുക്കിവിടെ ഉണ്ട്. ബിസിനസ്സൊക്കെ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവരിലേക്ക് ഇത് പ്രൊമോഷൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്കിംഗ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കടകളെല്ലാം തന്നെ ചെറുകിട കടകളും വലിയ വലിയ കടകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ചെറുകിട കടകൾ എന്നുള്ളത് അവരുടെ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്രോതസ്സ് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഒരു മുട്ടവണ്ടി അവിടെ വീണിട്ടുണ്ട്. പുഴുങ്ങിയതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. തോലൊക്കെ പൊട്ടിച്ചതാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും കൊള്ളാം, ആകെ പണിയായിട്ടുണ്ടാവും എനിക്ക്. എവിടെ നോക്കിയാലും നമുക്ക് അമ്പലങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിലും വളരെ നീറ്റായിട്ടുള്ള, അതായത് ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ള ഈ സമീപനം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെയധികം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് കടകൾ, കാര്യങ്ങൾ, പിന്നെ നല്ല രസകരമായിട്ടുള്ളൊരു ജീവിതാന്തരീക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. പഴമയിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് പോലത്തെ കടകളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളാണ് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുക. ഡ്രസ്സുകളൊക്കെ തന്നെ ഞാനിങ്ങനെ മുന്നിൽ ഉളക്കാനിട്ടിട്ടാണ് യാത്ര ചെയ്യാറ്. രാവിലെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോരാറ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴത്തേനും ഉണങ്ങും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പിന്നെ യാത്ര ചെയ്യുന്ന ആളുകൾ കൂടുതലായിട്ടും വെള്ളത്തിൻ്റെ ക്യാനുണ്ടല്ലോ 20 ലിറ്ററിൻ്റെ, അത് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. എന്തൊരു ബിസിനസ്സിനും ഇവിടെ സാധ്യതയാണ് എന്നുള്ളത് ഏറ്റവും കൂടുതലൊരു പ്രത്യേകത ഉള്ള സംഭവമാണ്. ഇങ്ങനെ 2 റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട്. ആ ഒരു മലനിരകളൊക്കെ തന്നെ വളരെയധികം രസകരമായിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഈ ആ ഒരു മലനിരകളാണ് ഈ തിരുപ്പതിയുടെ ഒരു അട്രാക്ഷൻ. പിന്നീട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബിൽഡിങ്ങുകളും പിന്നീട് നമ്മുടെ പാലങ്ങളൊക്കെ തന്നെ ഈ ഒരു ടൗണിനെ വളരെയധികം ഉണർത്തുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേക കാഴ്ചയാണ്.
ബിൽഡിങ്ങുകളൊക്കെ തന്നെ വളരെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം കൊച്ചിയെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ജനാവലി ഇവിടെ ഇല്ലെങ്കിലും പുറമേ നിന്നുമുള്ള ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ, വിശ്വാസികളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലായിരുന്നു ആദ്യം തിരുപ്പതി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു തിരുപ്പതി എന്നുള്ളത് വേറൊരു ഡിസ്ട്രിക്റ്റാക്കി മാറ്റുകയായിരുന്നു. ആദ്യകാലങ്ങളിൽ 13 ഡിസ്ട്രിക്റ്റ് ആയിരുന്നു എങ്കിൽ 12 ഡിസ്ട്രിക്റ്റാണോ 13 ഡിസ്ട്രിക്റ്റാണോ കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പോൾ 26 ഡിസ്ട്രിക്റ്റാണ് ആന്ധ്രാപ്രദേശിലുള്ളത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ബിസിനസ്സിനൊക്കെ എന്തുകൊണ്ടും അനുയോജ്യമാണ്. അപ്ഡേറ്റ് ആക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ബിസിനസ്സുകാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പുതുമയിലുള്ള ബിസിനസ്സുകാർക്ക് ഇവിടെ അവസരം സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. ബിൽഡിങ്ങുകളൊക്കെയാണ് മനോഹരമായിട്ടുള്ളത്. ഇതുപോലത്തെ വാഹനങ്ങളിൽ നിന്ന് നമുക്ക് വെള്ളം ശേഖരിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ നിന്നും വെള്ളം ശേഖരിക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ വെള്ളക്യാനുകൾ ഇവിടെയാണ് വെക്കാറ്. ഇവിടെ 2 ക്യാൻ ഉണ്ടാവും, പിന്നെ ബാക്കിൽ 2 ക്യാൻ ഉണ്ടാവും. ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി വെള്ളം എടുക്കാനുള്ളൊരു സമീപനമാണ് നോക്കുന്നത്. ഇവിടെ ഇങ്ങനെ പൈപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ ഒരു വണ്ടി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പൈപ്പുള്ള സ്ഥലങ്ങളിൽ വെള്ളം കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ പോയി വെള്ളം മേടിക്കാം. ചുറ്റുപാടും ഇതുപോലത്തെ സാഹചര്യമാണുള്ളത്. പൊതുവേ ബിൽഡിങ്ങുകളൊക്കെ തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിലെ 2 ക്യാനും ഫ്രണ്ടിലെ 2 ക്യാനും എടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ ആ ഒരു രൂപത്തിലാണ്. പിന്നെ ഇവിടെ നിന്നാണ് വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫ്രൂട്ട്സ് കടയോട് ചാരിറ്റി ഈ അക്കയാണ് ഇവിടെ വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. 15 രൂപയാണ് ഒരു ക്യാനിന് റേറ്റ് വരുന്നത്. അതുപോലത്തെ വലിയ ക്യാനിൽ വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതുപോലത്തെ പൈപ്പുകളുള്ള കടയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം കാര്യങ്ങളൊക്കെ ശേഖരിക്കാം. അതാണ് ഇവിടുത്തെ പൊതുവേ ഉള്ളൊരു രീതി വെള്ളം കിട്ടാനുള്ള. അപ്പോൾ ഇതുപോലത്തെ ക്യാനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ എല്ലായിടത്തും കിട്ടും കേട്ടോ. കേരളം വിട്ടാലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. തമിഴ്നാട്ടിലും വല്ലാതെ കണ്ടിട്ടില്ല, പക്ഷേ ആന്ധ്രയിൽ കൂടുതലായിട്ടുണ്ട്. 5 രൂപ മുതൽ 20 രൂപ വരെയൊക്കെ റേറ്റ് അങ്ങോട്ടും ചേഞ്ച് ആയിട്ട് നിൽക്കാറുണ്ട്. 2 ക്യാൻ നമുക്ക് ഇവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് വെക്കട്ടെ, കണ്ടില്ലേ. പിന്നെ ഏറ്റവും കൂടുതൽ എന്താണെന്നറിയോ, ഈ ഒരു ക്യാൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 ക്യാൻ പോകും. അതായത് നമ്മൾ കാല് വെക്കുന്ന സ്ഥലമാണ്. പിന്നെ ഉള്ളത് ആ സീറ്റ് കണ്ടിട്ട് അങ്ങനെ കടത്തിയിട്ടിരിക്കണേ, അവിടെയും കുറച്ച് സാധനങ്ങൾ. ഈ 2 ക്യാൻ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. കുളിക്കാനും കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവും. ഒരാൾക്ക് സുഖമായിട്ട് തിരുമ്പാനുള്ള വെള്ളം ഉണ്ടാവും ഒരു ദിവസത്തിന്. ഇനി വെള്ളമൊക്കെ കിട്ടാത്ത സ്ഥലങ്ങളാണെങ്കിലേ. പക്ഷേ ഇവിടെ എല്ലാ ടൗണിലും ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കുളിക്കുക എന്നുള്ളതാണ്. നമ്മളങ്ങനെ കുറച്ച് വെള്ളം ഈ മുന്നിലൊക്കെ ഉണ്ട് ഒഴിച്ചിട്ടാണ്. പിന്നെ അങ്ങനെ വന്നപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ ടൗണുകളും പിന്നെ വീടുകളൊക്കെ ഒരുമിച്ചുള്ളൊരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ കടകൾ കാണാം. പിന്നെ ഇപ്പോൾ കണ്ടില്ല ആ ഒരു റോഡിൻ്റെ ആ ഒരു മനോഹാരിത, 2 സൈഡിലുള്ള വീടുകൾ കാര്യങ്ങൾ. പിന്നെ ഞാനിതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ വൈകിട്ട് ഈ അത്തറിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യണതുകൊണ്ട് തന്നെ അതിൻ്റെ ആൾക്കാരൊക്കെ കണ്ടാൽ നമ്മളോട് ഭയങ്കര കമ്മിറ്റ്മെൻ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഞാൻ ഇന്നലെ അടിച്ച് പോയത് അടിപൊളിയെന്ന് ഇപ്പോൾ കാട്ടിയത്. ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കൊടുക്കുക ഇവിടെ നോക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇനി നാളെ വരാമെന്ന് നാളെ ഞാനിന്നിപ്പോൾ അവിടെ കട ഇടുമ്പോൾ ആണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടേ. അങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യം. പിന്നെ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്നറിയോ, പിന്നെ ഞാൻ എൻ്റെ ബിസിനസ്സിൽ അടിപൊളി സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരുപാട് ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് മൂവിങ്ങുള്ള സാധനങ്ങളൊക്കെ എല്ലാവരുടെ കൈക്കൊന്നും സാമ്പിൾ എടുക്കുക. ഒരു 50 ml 100 ml ഒക്കെ ആയിട്ട് ആ സാമ്പിൾ എടുക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് നല്ല സാധനം തരുന്നത് എന്നുള്ളത്. പിന്നീട് അവർക്ക് നമുക്ക് റിപ്പീറ്റ് ഓർഡർ കൊടുത്താൽ മതി. ഞാൻ ആ ഒരു സ്ട്രാറ്റജി ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും എല്ലാ സാധനവും നല്ലത് തന്നോളന്നില്ല. അവരെ കൊണ്ട് ഒരു ലിമിറ്റ് ഉണ്ട് അവർക്ക് തരാൻ കഴിയുന്നതിൽ. അത് എല്ലാ മേഖലയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആയി എടുക്കേണ്ട ഒരു സ്ട്രാറ്റജിയാണ് അത്. ഇത് എൻ്റെ ഒരു ഇതിൽ ഉള്ളതാണ്. മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ പിടിക്കണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനത് സക്സസ് ആക്കിയതുകൊണ്ട് പറയാണ്. ഞാനേ ഒരു ഉൾപ്രദേശം എന്നുള്ള രീതിയിലുള്ള ഒരു ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത്. അതായത് ടൗണിൻ്റെ ഒരു ഉൾപ്രദേശം, അതായത് ജനവാസ മേഖല. ഇവിടെ ജനവാസ മേഖല അത് പറയാനില്ല. ഇപ്പോൾ ഈ വന്ന റോഡിൽ നിങ്ങൾ കണ്ടില്ലേ, എത്രങ്ങാനും മറ്റേ ഇതൊക്കെയാണ് കാണാൻ സാധിച്ചത്. സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ. അതായത് ഇങ്ങനത്തെ ഒരു ഉള്ളേരിയക്കാണെന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണും വീടുകളും ഒരുമിച്ചുള്ള ഒരു സാഹചര്യമാണ് ആന്ധ്രാപ്രദേശിൽ പൊതുവേ ഉള്ള ടൗണുകളിലൊക്കെ കാണുന്നത്. നമ്മുടെ അവിടെയൊക്കെ പറഞ്ഞാൽ ടൗണിൽ ഇത്ര വീടുകളൊന്നും കാണാൻ ചാൻസ് കുറവാണ്. ടൗണുകളിൽ കൂടുതലും കടകൾ തന്നെ ആയിരിക്കൂലേ. ഇത് കുറച്ച് കണ്ട് ടൗണിൽ നിന്ന് ഒരു 10
10 മീറ്റർ 50 മീറ്ററിന് മാറുമ്പോഴത്തേന് ഈ ഒരു സിറ്റുവേഷനാണ് ഇവിടെ. അതായത് ഒരു ഉൾപ്രദേശം, ഒരു ഉൾഗ്രാമം എങ്ങനെ വളർന്നു വന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതൊക്കെ. ഇവിടുത്തെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ടൗൺ വളർന്നിട്ടുള്ളത്. പക്ഷേ ഉൾപ്രദേശത്തൊക്കെ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആ ഒരു പഴമയിലുള്ള. പക്ഷേ ബിൽഡിങ്ങുകളും വീടുകളും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ടൗണിനോട് അപ്ഡേറ്റ് ആക്കുന്നത് പോലെ ഇവിടെ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. കൂടുതലും ഇവിടെയൊക്കെ ഈ പുറത്തുനിന്നുള്ള ആളുകൾ വരുന്നത് കൊണ്ടാണ് കേട്ടോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിൽഡിങ്ങുകളൊക്കെ നോക്കാൻ എന്തൊരു രസിച്ചാ. ഇവിടെ ചെറിയൊരു കടകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അവിടെ ഒരു പന്തലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു റോട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെയും വീടുകളൊക്കെ കാണുന്നുണ്ട്. ഒരു മറ്റേ ഡെലിവറി ബോയ് തരുന്നേ. എന്തായാലും കൊള്ളാം. മനോഹരമായിട്ടുള്ള ഒരാളുകളും കാര്യങ്ങളും കൾച്ചറുമാണ് ഇപ്പോൾ തിരുപ്പതിയിലുള്ളത്. ആന്ധ്രാപ്രദേശ് എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ വൃത്തിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളി. ഞാൻ വീഡിയോ അങ്ങനെ എടുത്ത് പോകണില്ലേ, വൃത്തിയൊക്കെ നോക്കിക്കോളി. ആന്ധ്രാപ്രദേശോ വൃത്തിയിലുള്ള ആന്ധ്രാപ്രദേശോ എന്ന് മെസ്സേജ് ഇട്ട ആളുകൾ വരെ ഉണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു 10 കൊല്ലം മുന്നേ ഇവിടെ വന്നുകാണ്ട് കറങ്ങി തിരിഞ്ഞ് പോയിട്ട് പിന്നെ ഇപ്പോഴത്തെ കാര്യങ്ങൾ വെച്ച് അപ്ഡേറ്റ് ആക്കാനും ചിന്തിക്കാനും പാടില്ല. ഓരോ ദിവസം അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതിന് തെളിവാണ്. ഇവിടുത്തെ ഓട്ടോയുടെ രൂപം കാര്യങ്ങൾ. കുട്ടികളതാ കളിക്കാൻ വേണ്ടിയിട്ട് ബെൽറ്റ് എടുത്തുകൊണ്ട് പോണ്. മാറി തരുന്നില്ല ചേട്ടാ ഭയന്മാരെ. ആ റോഡ് എക്കടെ പോറോ? റോഡ് ക്രോസിങ് സ്ട്രൈറ്റാ. കളിക്കാൻ ക്രിക്കറ്റ് കളിക്കാൻ പോവാ? ഓക്കെ പയ്യന്മാരെ. ഓക്കെ റിയാസ് A to Z. ഓക്കെ. അപ്പോളേ ഇവിടുന്ന് ഞാൻ മലയാണ്. അപ്പോൾ ഇവിടുന്ന് തിരിക്കാനാണ് പറയണേ. അപ്പോൾ കുഴപ്പമില്ല. ഇവിടെ മുരിങ്ങൻ്റെ മരമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മുരിങ്ങക്കായ ഇങ്ങനെ മൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അല്ല വലുതായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു കടയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തുമാത്രം സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയിട്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. ഒരു മതിൽക്കെട്ടിൽ 2 വീടുകൾ എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ 2 വീട്. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ എന്തും നടക്കും. ഈ ടൗണിലൊക്കെ സിറ്റുവേഷൻസ് എന്താണെന്നറിയോ? ഇവർക്ക് ഈ പറഞ്ഞ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള നേരം ഉണ്ടാവില്ല. ഇവർക്ക് പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ശരിക്കും ഇതുപോലത്തെ ടൗണിൽ വന്നിട്ട് താമസിക്കണം എങ്കിലാണ് അപ്ഡേറ്റ് ആയിട്ടുള്ള ജീവിതം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാട്ടോ ഞാൻ. നമ്മൾ ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ എന്താ പറയുക, അവിടുത്തെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നിൽക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഇവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ അവിടേക്ക് പോയിട്ട് ആരും തിരിഞ്ഞു നോക്കാനും കൂടി നിൽക്കില്ല. നമ്മൾ നാട്ടിലും അത് തന്നെ, വലിയ ടൗണിലൊക്കെ അത് തന്നെയാണ് അവസ്ഥ. ചെറിയ വില്ലേജുകൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് ആ പ്രശ്നം. പിന്നെ ഒരാഴ്ചക്ക് 1 മാസത്തിനും പിന്നെ ആ നാട്ടിൽ അത് തന്നെ പറഞ്ഞിറക്കാണ്ടാവും. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ അടിപൊളിയാണ്. ഇവിടെ അതല്ല അങ്ങനത്തെ വലിയ ടൗണിൽ. അപ്പോൾ വലിയ ടൗണിൽ ജീവിച്ച് നമ്മളെ ആറ്റിറ്റ്യൂഡ് കൾച്ചറൊക്കെ മാറുന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയായിട്ട് എന്തോ ഒരു വണ്ടി കാണുന്നുണ്ട് കേട്ടോ. അതായത് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. പോയൊക്കെ ഏതായാലും. അപ്പോൾ സംഭവം എന്താണെന്നറിയോ, ഇത് ഇങ്ങനെ അനാഥാലയത്തേക്കുള്ള കളക്റ്റിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത് കേട്ടോ. ഇതിലിങ്ങനെ കുറേ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കളക്ട് ചെയ്യുന്ന കുട്ടികളാണ്, ചെറിയ കുട്ടികൾ. അപ്പോൾ എനിക്ക് നമ്മൾ ഒരു 5 ലേസ് പാക്കറ്റും പിന്നെ ഒരു 7up മേടിച്ച് കൊടുക്കാം. പാവം ഈ കടയിലേക്കാണ് വന്നിട്ടുള്ളത്. ഉടായിപ്പാണോ എന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാനേ ആ സാധനം കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവന് ആ ഫ്രണ്ടിലുള്ള ഡ്രൈവർ പറയണ വീഡിയോ ചെയ്യരുതെന്നുള്ളത്. അപ്പോൾ ഉടായിപ്പാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. പക്ഷേ ഞാൻ സാധനമാണ് മേടിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കാത്ത കുറച്ച് ഡ്രസ്സുകളുണ്ടായിരുന്നു. അതായത് ചെറുതായിട്ട് കളർ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ടൈറ്റ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ അതിൽ കൊണ്ടുപോയിട്ട് ഇട്ടുകാണ് പോകുന്നത്. വീഡിയോ ചെയ്യരുത് എന്ന് പറയുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ആയതാണ്. എന്നരുതിയിട്ട് ഉടായിപ്പ് ആയിക്കോളണമെന്നില്ല. നമ്മൾ പൈസ കൊടുത്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ എന്താ പറയുക, നമ്മൾ പൈസ കൊടുക്കാൻ പാടില്ല. ഈ ബാഗിൽ ഞാൻ ആക്കി വെച്ചിരിക്കുന്നത് മൊത്തം ബിസ്ക്കറ്റുകളാണ്. ഇതുപോലത്തെ കുട്ടികളൊക്കെ കാണുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റുകൾ കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ അതുപോലത്തെ ഒക്കെ ഐഡിയ ചെയ്യാണ് നല്ലത്. കുട്ടികൾക്ക് നല്ല വിശപ്പിൻ്റെ സമയത്തും ആർക്കും പൈസക്ക് എല്ലാം ആവശ്യം ഉണ്ടാവുക. അവർക്ക് വിശപ്പ് അകറ്റാനുള്ള ഒരു സംവിധാനമാണ് ആവശ്യം. അപ്പോൾ അത് നമ്മൾ മേടിച്ച് വെക്കുക, കൊടുക്കുക. എന്തായാലും ഇപ്പോൾ ഒരാൾ കൈ നീട്ടി കഴിഞ്ഞാൽ 10 രൂപ കൊടുക്കണ്ടേ? ആ 10 രൂപേൻ്റെ ഒരു ബിസ്ക്കറ്റ് മേടിച്ച് വെച്ചാൽ അത് കൊടുക്കുക, കഴിച്ചോട്ടെ. വിശപ്പ് അകറ്റാനുള്ളൊരു മാർഗ്ഗം അത്ര മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഒരാൾക്ക് ആവശ്യമുള്ള സാധനമാണ് വിശപ്പ്, അത്യാവശ്യം വേണ്ട സാധനമാണ്. അത് അകറ്റാനുള്ളൊരു സംവിധാനം മാത്രമേ ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ.
അല്ലാതെ പൈസ ഒന്നും കൊടുത്തിട്ട് ഒരാളും സഹായിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശക്കാരനാണ് ഞാൻ. എന്നെഴുതിയിട്ട് എന്തെങ്കിലും കുടുങ്ങിയ ടൈമിൽ പൈസേൻ്റെ സാഹചര്യത്തിൽ പൈസ തന്നെ വേണം. ഇതേപോലെ കൈ നീട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, ഓർക്കൊന്നും പൈസ കൊടുക്കാൻ തന്നെ പാടില്ല. നമ്മൾ ഈ ഫാമിലി ഫ്രണ്ട്സ് മറ്റുള്ളവർ എന്തെങ്കിലും ടൈറ്റിലൊക്കെ വരുമ്പോൾ അവരൊക്കെ നമുക്ക് സഹായിക്കാം.